Hello guys, welcome back my YouTube channel. It's me Hacker JD. Okay guys, നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ടതുപോലെ തന്നെ അതേ ഗൈസ് നമ്മൾ സൈബർ സെക്യൂരിറ്റി കോഴ്സ് അത് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, പിന്നൊരു കാര്യം, എനിക്ക് ചില വീഡിയോസ് ഒന്നും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ കണ്ടൻറ്റ് അതുപോലത്തെ ഒരു കണ്ടൻറ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഡോണ്ട് വറി ഗൈസ്. അപ്പം നമ്മൾ അതുകൊണ്ട് ഒരു ലിങ്കോ കാര്യങ്ങളോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൽ നിങ്ങൾ പ്രൈവറ്റായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും അതും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ ഗൈസ്, നമുക്കെന്നാ ചാപ്റ്ററിലേക്ക് പോയാലോ. ഓക്കെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നതിൻ്റെ ആവശ്യം ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത് തന്നെയാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ വേൾഡിൽ ഇല്ലായിരുന്നെങ്കിൽ തന്നെ നമുക്ക് സൈബർ സെക്യൂരിറ്റിയുടെ ആവശ്യം തീർച്ചയായിട്ടും ഉണ്ടാവില്ലായിരുന്നു. ഓക്കെ ഗൈസ്, ഓക്കെ നമുക്ക് നോക്കാം. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പലപ്പോഴും പലയിടത്തും ഞാൻ ചോദിക്കാറുള്ള കാര്യമാണ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. അതിൽ ഭൂരിഭാഗം ആൾക്കാർ പറഞ്ഞത് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് വഴി കിട്ടുന്ന എന്തോ ഒരു സംഭവമാണ്. പലരും പല രീതിയിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. നമുക്ക് നോക്കിയാലോ. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ട്രില്യൺസ് ഓഫ് ഡിവൈസിനെ ഗ്ലോബലി കണക്ട് ചെയ്യുന്നതിനാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? നിങ്ങൾ ഈ ഫോട്ടോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഒരു വയറ് പോലൊരു സംഭവം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വയറിന് പറയുന്നൊരു പേരുണ്ട്, സബ്മറൈൻ കേബിൾ. സബ്മറൈൻ കേബിളിൻ്റെ സഹായത്തോടു കൂടി ഈ വേൾഡ് മുഴുവനും ഇൻ്റർനെറ്റ് എവിടേക്ക് കിട്ടുന്നുണ്ടോ അവിടെ മുഴുവനും വയറ് സഞ്ചരിക്കുന്നുണ്ട്, വയറിലൊരു കണക്ഷൻ വരുന്നുണ്ട്. അതിനാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഈ സബ്മറൈൻ കേബിൾ വരുന്നത് നമ്മുടെ കടലിൻ്റെ അടിയിലാണ്. ഓക്കെ, സോറി ഗൈസ്, സബ്മറൈൻ കേബിൾ. ഓക്കെ ഓക്കെ, നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ സബ്മറൈൻ കേബിൾ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, നമ്മുടെ ഇതിൻ്റെ എൻഡിൽ സാധാരണ നമ്മൾ വീടുകളിലൊക്കെ വൈഫൈ ഉപയോഗിക്കാറുണ്ട്, ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ഉപയോഗിക്കാറുണ്ട്. ഈ സെയിം കേബിൾ തന്നെയാണ്, പക്ഷെ അതിൻ്റെ പുറമേ ഒരുപാട് ഷീൽഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കടലിൻ്റെ അടിയിലാണല്ലോ ഇത് ഫിക്സ് ചെയ്യുന്നത് കേബിള്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഈ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ സബ്മറൈൻ കേബിൾ ഇത്തരത്തിൽ ഷീൽഡുകൾ പൊതിഞ്ഞ് വരുന്നത്. സംഭവം വളരെ ചെറുതാണ്. നിങ്ങൾ വൈഫൈ നമ്മുടെ വീടുകളിലൊക്കെ വൈഫൈ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ ചെറിയൊരു ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ആ സെയിം കേബിൾ തന്നെയാണ്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ മാപ്പ് നമുക്കൊന്ന് പരിശോധിച്ചാലോ. സബ്മറൈൻ കേബിളിൻ്റെ മാപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഗൂഗിളിൽ പോയിട്ട് സബ്മറൈൻ കേബിൾ മാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ സബ്മറൈൻ കേബിൾ. നോക്കൂ ഗൈസ്, ഇത് മുഴുവനും വയർഡാണ്. ഇത് മുഴുവനും നമ്മുടെ കടലിൻ്റെ അടിയിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ട് കേബിൾ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 GB ഡേറ്റ ഞാൻ 10 രൂപയ്ക്ക് വാങ്ങി. എന്തിനാണ് ഈ 10 രൂപയ്ക്ക് വാങ്ങിയത്? ആ 1 GB ഡേറ്റ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫയലുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 GB ഡേറ്റ 10 രൂപയ്ക്ക് വാങ്ങിയത്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ പൈസ മേടിക്കുന്നതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ സബ്മറൈൻ കേബിൾ പല രാജ്യത്തിനും ഇങ്ങനെ വ്യാപകമായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൊക്കെ ഒരുപാട് മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടും നമ്മൾ കൊടുക്കുന്ന പൈസ ഒരു ഭാഗം ഇതിലേക്കും പോകുന്നുണ്ട്, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും പോകുന്നുണ്ട്. ഓക്കെ ഗൈസ്, ക്ലാരിറ്റി വന്നല്ലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഞാൻ പറഞ്ഞു ഇത്തരത്തിൽ നമ്മൾ ഫുള്ളി വയേർഡാണ് നമ്മുടെ എന്താ പറയുക ഇൻ്റർനെറ്റ് ഫുള്ളി വയേർഡാണ്. ഓക്കെ, ഇനി വയർലെസ് ആയിട്ട് വരുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും കേട്ട് കാണും, എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് വഴി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻ്റർനെറ്റ് ഒരു കണക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എലോൺ മസ്ക് ഇതുപോലെ സ്റ്റാർലിങ്ക് പ്രോജക്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപക്ഷെ ഒരു 5-6 വർഷത്തിന് ശേഷം നമുക്ക് ഈ വയേർഡിൻ്റെ സംഭവം കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കത്തില്ലായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം വയർലെസ് ആയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ പോകാനായിരിക്കും സാധ്യത കൂടുതലും ഇൻ ഫ്യൂച്ചർ. ഓക്കെ, പല സ്ഥലത്തും ഇത് ഇറങ്ങി എന്നൊക്കെ പറയപ്പെടുന്നു. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമ്മൾ ഈ ഇൻ്റർനെറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇൻ്റർനെറ്റ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നത്. ഇപ്പോൾ 1 GB ഡേറ്റ ഞാൻ വാങ്ങി. അതെന്തിനാണ് വാങ്ങിയത്? അത് എനിക്ക് ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കോൺസെപ്റ്റുകളുണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇതുപോലെ ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് ഡേറ്റയാണ് നമ്മൾ ഷെയർ ചെയ്യുക? ഓക്കെ, 3 ടൈപ്പ് ഓഫ് ഡേറ്റയെ പറ്റി നമ്മൾ മെയിൻലി നമുക്കിപ്പോൾ നോക്കാനാണെങ്കിൽ 3 ടൈപ്പ് ഓഫ് ഡേറ്റ ഉണ്ട്. സർഫസ് വെബ്, ഡീപ്പ് വെബ് ആൻഡ് ഡാർക്ക് വെബ്. ഓക്കെ, ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സർഫസ് വെബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് വെബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗൂഗിൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു. ഇതിൽ ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തപ്പോൾ കുറച്ച് ഇൻഫർമേഷൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനാണ് നമ്മൾ സർഫസ് വെബ് എന്ന് പറയാം. കുറച്ച് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇൻഡെക്സ്ഡ് വെബ് പേജ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ഇൻഡെക്സ്ഡ് വെബ് പേജ്. ഓക്കെ, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോൺ ഇൻഡെക്സ്ഡ് വെബ് പേജ് ഉണ്ട്. അതായത് ഞാനിപ്പോൾ നബീൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഇമെയിൽ ID ഞാൻ സെർച്ച് ചെയ്യാണ്. എനിക്ക് നബീൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇമെയിൽ ID ഇവിടെ ഇങ്ങനെ ഇത്തരത്തിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും? ഇല്ല. ഇതാണ് നോൺ ഇൻഡെക്സ്ഡ് വെബ് പേജ്. ഓക്കെ ഗൈസ്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡീപ്പ് വെബ്. ഡീപ്പ് വെബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഏത് തരത്തിലുള്ള ഡേറ്റയാണ്? ഓക്കെ, നമ്മൾ ഫേസ്ബുക്ക് തന്നെ നോക്കാം. ഫേസ്ബുക്ക് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഈ ഇൻഫർമേഷൻ സർഫസ് വെബാണ് നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ്, അതായത് ഒരു ഓതൻറ്റിക്കേഷന് ശേഷം വരുന്ന ഡേറ്റയാണ് നമ്മൾ ഡീപ്പ് വെബ് എന്ന് പറഞ്ഞത്. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളാണ് ഗൈസ്. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സിംഗ് ഉണ്ടാവും. അതിനാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം ഡീപ്പ് വെബ് എന്താണെന്ന്. ഞാനിപ്പോൾ ഇവിടെ ഞാൻ ഫേസ്ബുക്കിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തു. ഒരു ഓതൻറ്റിക്കേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഓതൻറ്റിക്കേഷന് കിട്ടുന്ന ഈ ഡേറ്റയാണ് നമ്മൾ ഡീപ്പ് വെബ് എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, പലരും പല രീതിയിലാണ് ഈ ഡീപ്പ് വെബിനെ പറ്റി തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നത്. പലരും പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ഏതോ ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നതാണ് ഡീപ്പ് വെബ് കാര്യങ്ങൾ. അതൊന്നുമല്ല ഗൈസ്, വളരെ സിമ്പിളാണ്. ഇതാണ് ഡീപ്പ് വെബ്. ഏതൊരു ഓതൻറ്റിക്കേഷന് കിട്ടുന്ന ഡേറ്റയാണോ, ഓതൻറ്റിക്കേഷന് ശേഷം കിട്ടുന്ന ഡേറ്റയാണോ, അതാണ് ഡീപ്പ് വെബ്. ഓക്കെ ഗൈസ്. ഓക്കെ, നമ്മൾ ഡാർക്ക് വെബ്. ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും പറയാറുണ്ട് ഡാർക്ക് വെബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, കുറേ ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന ഭയാനകരമായ ഒരു സംഭവമാണ് ഡാർക്ക് വെബ്. അത്തരത്തിൽ പേടിപ്പെടുത്തുന്ന ഒരുപാട് കഥകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പല രീതിയിൽ പല വീഡിയോ ആയിട്ട് ഇതിൽ ഇടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ സത്യത്തിൽ ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇല്ല എന്നല്ല. എന്നാലും ഡാർക്ക് വെബിന് 2 വശങ്ങളുണ്ട്. ഒരു നല്ല വശമുണ്ട്, ഒരു ചീത്ത വശമുണ്ട്. ഇത് ഡിസൈഡ് ചെയ്തത് നമ്മളാണ് ഗൈസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കടയിൽ പോയി ഒരു പിച്ചാത്തി വാങ്ങി. ആ പിച്ചാത്തി കൊണ്ട് എനിക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാനും അതേസമയം ആ പിച്ചാത്തി കൊണ്ട് എനിക്ക് ഒരാളെ കുത്തിക്കൊല്ലാനും സാധിക്കും. അത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആ കത്തി കൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണോ ചീത്ത കാര്യം ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ഡാർക്ക് വെബ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡാർക്ക് വെബ് സത്യത്തിൽ ഒരു എന്താ പറയുക, ഒരു പ്രൈവസിയാണ് നമുക്ക് തരുന്നത്. ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവസിയാണ് നമുക്ക് തരുന്നത്. ഈ ഡാർക്ക് വെബ് സത്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ടോർ പ്രൊജക്റ്റാണ്. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം. ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ടോർ പ്രൊജക്റ്റാണ്. ഓക്കെ, ടോർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ടോർ പ്രൊജക്റ്റ്. ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ടോർ പ്രൊജക്റ്റാണ്. ഈ ടോർ പ്രൊജക്റ്റ് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് അന്നത്തെ കാലത്ത് എന്താണ് സീക്രട്ട്ലി കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ടോർ പ്രൊജക്റ്റ്. പിന്നീട് ഈ സത്യം പറഞ്ഞാൽ ഈ ടോർ പ്രൊജക്റ്റിൻ്റെ ഒരു ക്രിയേഷനാണ് ഡാർക്ക് വെബ്. ഓക്കെ, ടോർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാലും ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാലും സെയിം ആണ്, ഏകദേശം സെയിം തന്നെയാണ്. ഓക്കെ, അത്തരത്തിൽ അങ്ങനെ ഉപയോഗിച്ചാണ്. പിന്നീട് 2005 എന്താ പറയുക, ഇവിടെ നോക്കിയാൽ കാണാം 2005 പിന്നെ പബ്ലിക്ലി നമുക്ക് അവൈലബിൾ ആയിട്ട് ഫ്രീ ആൻഡ് സോഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ടോർ പ്രൊജക്റ്റ് ഒരു പ്രൈവസിയാണ് നമുക്ക് തരുന്നത്. നമുക്ക് നോക്കാം ഏത് തരത്തിലുള്ള പ്രൈവസിയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 2-3 കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ സൗദിയിലൊന്ന് പോയിരുന്നു. പോയ ടൈമിൽ എൻ്റെ മൊബൈലിൽ ഞാൻ ആ രാജ്യത്തെത്തിയപ്പോൾ എൻ്റെ മൊബൈൽ കംപ്ലീറ്റ് ആയിട്ട് ആ രാജ്യത്തിൻ്റെ ആഡ്സും ന്യൂസുകളും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഒരു പ്രൈവസി അവിടെ നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഓക്കെ, നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് എന്തായാലും നമുക്ക് ഡാർക്ക് വെബ് ഒന്ന് ആക്സസ് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിളാണ്. ടോർ പ്രോജക്റ്റിൽ ഈ എന്താണ് .org സൈറ്റിൽ വരിക, ഡൗൺലോഡ് ടോർ പ്രോജക്റ്റ് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഡൗൺലോഡ് എങ്ങനെ. ഡൗൺലോഡിൽ പോവുക, എന്നിട്ട് ഡൗൺലോഡ് ഫോർ വിൻഡോസ്, മാക് ഇന്നുണ്ട്, ഓൾസോ ലിനക്സ്, ഫോർ ആൻഡ്രോയിഡ്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇതാണ് ടോർ ബ്രൗസ്. ഇത്തരത്തിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇതാണ് ഗൈസ് നമ്മുടെ ഡാർക്ക് വെബ്. ഓക്കെ 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 നമ്മളിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് മൈ IP ലൊക്കേഷൻ എന്നിട്ട് സെർച്ച് ചെയ്യാണ്. എൻ്റെ IP അഡ്രസ്, എൻ്റെ ലൊക്കേഷൻ, എൻ്റെ IP ലൊക്കേഷൻ എവിടെയാണെന്ന് ഞാൻ ഡാർക്ക് വെബിനോട് ഞാൻ ചോദിച്ചു. കുറച്ച് സ്ലോ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഡാർക്ക് വെബ് അങ്ങനെയാണ്, കുറച്ചൊന്ന് സ്ലോ ആകും. സാധാരണ നമ്മൾ എന്താണ് ഗൂഗിളും മറ്റുള്ള ബ്രൗസർ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ഒരു അല്പം സ്ലോ ആയിരിക്കും നമ്മുടെ ഡാർക്ക് വെബ്. ഓക്കെ, മൈ IP ലൊക്കേഷൻ അഡ്രസ്സ് എന്ന് ടൈപ്പ് ചെയ്തു. ഫസ്റ്റ് ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത ടൈമിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക ഗൈസ്, ഇത് കണ്ടോ നമ്മുടെ IP അഡ്രസ്സ് വരുന്നു, അതിൻ്റെ ലൊക്കേഷന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കൺട്രി ഏതാണ് കാണിക്കുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഒരു സർക്യൂട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഈ ബ്രൗസറിൽ നിന്നും ഡാർക്ക് വെബിൽ നിന്നും ഞാൻ എൻ്റെ എന്താണ് പറഞ്ഞത് മൈ IP അഡ്രസ്, മൈ IP ലൊക്കേഷൻ എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇത് നേരെ പോയി ആദ്യം ജർമ്മനിലുള്ളൊരു സെർവറിലാണ് പോകുന്നത്. പിന്നെ രണ്ടാമത് ഇത് കണ്ടോ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. പല രാജ്യത്തിലുള്ള സെർവറിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ടാണ് നമ്മുടെ ഈ സിനിമയിലൊക്കെ കാണാറില്ലേ, നമ്മളെ പോലീസ് ട്രാക്ക് ചെയ്യാൻ നേരം റീഫ്രഷ് ചെയ്യും തോറും ഇങ്ങനെ നമ്മുടെ IP അഡ്രസ്സ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, നമ്മുടെ ലൊക്കേഷൻ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതേ മെത്തേഡാണ് ഈ ടോറിൻ്റെ സർക്യൂട്ടിൽ. മെയിനായിട്ട് 3 ആണ് കാണാൻ സാധിക്കുക. 3 സർക്യൂട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, വേറെ ഉണ്ട്, നമ്മൾ ഒനിയൻ റൂട്ടിംഗ് എന്ന് പറയും. അതായത് ടോറിൻ്റെ ഒനിയൻ റൂട്ടിങ്ങിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ 6 സർക്യൂട്ടാണ് കാണാൻ സാധിക്കുക. അത് നമുക്ക് കാണിക്കാം. അതിനു മുമ്പ് എന്താ പറയുക, നമ്മൾ ഗൂഗിളും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഗൂഗിളിൽ മൈ IP അഡ്രസ് എന്ന് ടൈപ്പ് ചെയ്തേക്കാം. മൈ IP ലൊക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ IP അഡ്രസ്സ് മൊത്തത്തിൽ ഇവിടെ കാണാൻ സാധിക്കും. എൻ്റെ ലൊക്കേഷൻ കാണാം, സിറ്റി കായംകുളം, കേരള, ഇന്ത്യ, മൊത്തത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൈവസി. ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് പ്രൈവസിയാണ് മെയിനായിട്ട് ഡാർക്ക് വെബ് നമുക്ക് തരുന്നത്. ഓക്കെ ഓക്കെ നമുക്കിനി എന്താണ്, ഞാൻ ഇപ്പം ചെറിയൊരു ക്ലാരിറ്റിയും കൂടെ നമുക്ക് വരുത്താം. ഓക്കെ, ഞാനിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ടൈപ്പ് ചെയ്തു, ഫേസ്ബുക്കിൽ നിന്ന് ടൈപ്പ് ചെയ്തു. ഈ ടൈപ്പ് ചെയ്യുന്ന റിക്വസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? സാധാരണ ഇതിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഗൂഗിളിലോ മറ്റ് പ്ലാറ്റ്ഫോമിലോ എന്തെങ്കിലും നമ്മൾ അവിടെ ഇൻപുട്ട് ചെയ്താൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് ടൈപ്പ് ചെയ്തു. ഈ ഫേസ്ബുക്ക് എന്നത് എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ റിക്വസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? നേരെ അമേരിക്കയിലുള്ള ഗൂഗിളിൻ്റെ സെർവറിലേക്ക് പോകും. അവിടെ നിന്നാണ് എനിക്ക് പിന്നെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷന് കാര്യങ്ങളൊക്കെ കിട്ടുക. ഓക്കെ, ഈ ഒരു പ്രോസസ്സിങ്ങിലാണ് നമ്മുടെ വർക്ക് ചെയ്യുന്നത്, ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത്. ഈ സെയിം സംഭവം തന്നെ ഡാർക്ക് വെബിലാകുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ഡാർക്ക് വെബിലാകുമ്പോൾ എന്താണ്, അതായത് ഞാൻ പറഞ്ഞു അനോണിമസ് ആയിട്ട് 3 രാജ്യങ്ങൾ കൂടിയാണ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇത് തമ്മിലുള്ള ഡിഫറൻറ്റ്. ഓക്കെ, നമ്മുടെ ഗൂഗിളിലോ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഡയറക്റ്റ് നമ്മൾ അയക്കുന്ന ഇത് ഡയറക്റ്റ് അമേരിക്കയുടെ സെർവറിൽ, ഗൂഗിളാണെങ്കിൽ അമേരിക്ക അങ്ങനെ പോയിട്ടാണ് നമുക്ക് റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, നോട്ടബിൾ ഡാർക്ക് വെബ് കേസസ് സിൽക്ക് റോഡ്.
ഒരു നോട്ട് ചെയ്ത് ഡാർക്ക് വെബ് മൊത്തത്തിൽ നോട്ട് ചെയ്ത ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അതായത് സിൽക്ക് റോഡിനെ പറ്റി. സിൽക്ക് റോഡ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ടായിരുന്നു. അതൊരു ഡ്രഗ് സെല്ലിംഗ് സൈറ്റ് ആയിരുന്നു. ഓക്കെ, നമുക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും എന്നറിയില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സിൽക്ക് റോഡിൻ്റെ വിക്കിപീഡിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സിൽക്ക് റോഡ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സിൽക്ക് റോഡ് എന്ന് പറഞ്ഞൊരു ഡ്രഗ് സെല്ലിംഗ്, ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ഒരു സൈറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ക്രിയേറ്റ് ചെയ്ത ആളാണ് റോസ് അൽബ്രിച്ച് എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ക്രിയേറ്റ് ചെയ്ത്. ഇവരെന്താണ്, ഇത് ഇപ്പോൾ രസകരമായ ഒരു ചോദ്യം ഇതാണ്. അതായത് നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ്ലി പ്രൈവസിയാണ് നമുക്ക് തരുന്നത്. ഇപ്പം ഞാനൊരു സൈറ്റ്, ഇത്തരത്തിലൊരു ഇല്ലീഗൽ ഒരു സൈറ്റ് ഇറക്കുകയാണ്. അങ്ങനെ ഇറക്കിയതിന് ശേഷം ഞാൻ എന്താണ്, ഇത് എങ്ങനെയാണ് വിൽക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും അറിയില്ല ഇതാരാണ് തരുന്നത്, വാങ്ങുന്ന ആൾക്ക് ഇതാരാണ് തരുന്നത്, വിൽക്കുന്ന ആൾക്ക് ഇതാരാണ് മേടിക്കുന്നത്, ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവത്തില്ല. പിന്നെ എങ്ങനെയാണ് ഈ പൈസ കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? അന്നത്തെ കാലത്ത് റോസ് അൽബ്രിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു കാര്യമുണ്ട്. എക്സ്ട്രോ വാലറ്റ് അവർ ക്രിയേറ്റ് ചെയ്തു. എക്സ്ട്രോ വാലറ്റ് സാധാരണഗതിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. എക്സ്ട്രോ വാലറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് ഞാനിപ്പോൾ $10 ഡ്രഗ് മേടിച്ചെന്നിരിക്കട്ടെ. മേടിക്കുമ്പോൾ ഞാൻ ഈ $10 കൊടുക്കുമ്പോൾ എക്സ്ട്രോ വാലറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലാണ് വന്ന് കിടക്കുക. ആ $10 എക്സ്ട്രോ വാലറ്റിനകത്ത് വന്ന് കിടക്കും. ഓക്കെ, ഈ അഡ്മിൻ എന്താണ്, ഈ ഡ്രഗ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലെത്തി എന്നൊരു കൺഫർമേഷൻ കിട്ടുമ്പോൾ മാത്രമേ എക്സ്ട്രോ വാലറ്റിൽ നിന്നും എന്താണ് ഈ അഡ്മിനിലേക്ക് പോവുള്ളൂ. അങ്ങനെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു കേസായിരുന്നു, ഒരു സംഭവമാണ്. സിൽക്ക് റോഡ് എന്ന് പറഞ്ഞൊരു സൈറ്റിൽ അങ്ങനെ ഒരു ഇംപ്ലിമെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇത് US എക്കണോമിയെ തന്നെ വളരെയധികം ബാധിച്ചൊരു കാര്യമായി മാറി. അതിനുശേഷം അവിടുത്തെ രാജ്യത്തെ US ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതും. അതിനുശേഷം 90 വർഷത്തേക്ക് ഈ റോസ് അൽബ്രിച്ച് എന്ന് പറഞ്ഞ ആളെ നമുക്ക് നോക്കാം. റോസ് വില്യം അൽബ്രിച്ച് എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇദ്ദേഹം. ഓക്കെ, നിങ്ങൾ ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്ത് ഹിസ്റ്ററിയൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ ഇതിനെ പറ്റിയുള്ള കിട്ടും. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിനെ പിടിച്ചു. അതാണ് ഗൈസ് നമ്മൾ പറയുന്നത്, ഡാർക്ക് വെബിൽ ആൾക്കാരെ പിടിക്കാനും പറ്റും. അതും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും പിടിക്കാൻ പറ്റും. അത്തരത്തിൽ വലിയൊരു ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വലിയൊരു ക്രൈമാണ് ഡാർക്ക് വെബിൻ്റെ ഉള്ളിൽ നടക്കുന്നതെങ്കിൽ പിടിക്കാൻ സിമ്പിളാണ്. പിടിക്കാൻ സിമ്പിളൊന്നല്ല, നമുക്ക് പിടിക്കാൻ കഴിയും. ഓക്കെ, നോക്കാൻ പോകുന്നത് ഡാർക്ക് വെബിൽ ഞാൻ പറഞ്ഞു, ഡാർക്ക് വെബ് എന്ന് പറഞ്ഞ ഒരു ടോർ പ്രൊജക്റ്റ് ആണ്. ഇതൊരു ഒനിയൻ റൂട്ടിംഗ് ആണ്. ഒനിയൻ റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാറില്ലേ, സവാളയ്ക്കകത്ത് ഒരുപാട് ലെയറുകളുണ്ട് ഇങ്ങനെ തൊലിച്ചൊലിച്ച്. അതുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു ഒനിയൻ റൂട്ടിംഗ് എന്നൊരു നെയിം വന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഒനിയൻ റൂട്ടിംഗ് നോക്കാം. ഒനിയൻ സൈറ്റിംഗ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, ഡാർക്ക് വെബിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 സർക്യൂട്ടാണ്. ഓക്കെ, 3 സർക്യൂട്ടാണ്. സാധാരണ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ഇനി ഒനിയൻ റൂട്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിരവധി, അതായത് മൊത്തത്തിൽ 6 സർക്യൂട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത് നമുക്ക് നോക്കാം. ഹിഡൻ വിക്കി, ഇതെല്ലാം ഒനിയൻ സൈറ്റിംഗ് ആണ്. ഓക്കെ, ഞാൻ ഇതിൽ ഡിഫോൾട്ടായിട്ട് ഏതെങ്കിലും അനദർ ഹിഡൻ വിക്കിയും ഓക്കെ, ഞാൻ ഈ ഒരു സൈറ്റ് സെലക്ട് ചെയ്യാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഹിഡൻ വിക്കി, ഒരു ഒനിയൻ റൂട്ടിംഗ് സൈറ്റിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ടോറിൻ്റെ സർക്യൂട്ട് പരിശോധിച്ചാൽ എക്സ്ട്രാ ഒനിയൻ സൈറ്റ് റിലേസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇത് നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഡിഫോൾട്ടായിട്ട് അനോണിമസ് ആയിട്ട് 3 സെർവർ ഒനിയൻ സൈറ്റ്
ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്യും. അത് മൊത്തത്തിൽ 6 സെർവറുകൾ കൂടിയാണ്, അതിനുശേഷമാണ് നമുക്ക് ഇൻഫർമേഷന് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുക. ഈ ഒനിയൻ സൈറ്റിങ് നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ അകത്തും ഒരുപാട് ഒനിയൻ സൈറ്റിങ്ങുകളുണ്ട്. ഓക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരുപാട് സൈറ്റുകളുണ്ട് ഇതിൽ. നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം. എൻ്റർ ചെയ്തു. സോറി, ഇതിൻ്റെ അകത്തും ബിറ്റ് കോയിൻ, അനോണിമിറ്റി, ഡ്രഗ് സ്റ്റോർ, ഹിഡൻ വിക്കീസ്, അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഒനിയൻ സൈറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിലൊരു ഒനിയൻ സൈറ്റ് ഉണ്ടായിരുന്നു, അതായത് ന്യൂ ഇയർ സെക്യൂർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഒനിയൻ സൈറ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഇപ്പോൾ ചില ഇൻഫർമേഷന് കാര്യങ്ങളൊക്കെ നമ്മൾ പോലീസിൽ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ഐഡൻറ്റിറ്റി അവിടെ മൊത്തം വെളിപ്പെടുകയാണ്. ആരാണ്, എവിടെ നിന്നാണ്, ഏത് ഇൻഫർമേഷൻ, എന്ത് കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് മൊത്തം അവിടെ റെക്കോർഡാവുകയാണ്. പക്ഷേ ന്യൂ ഇയർക്ക് എന്താണ് സെക്യൂർ ഡ്രോപ്സ് എന്ന് പറഞ്ഞൊരു ഒനിയൻ സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഫീഡ്ബാക്ക്, നമ്മൾ എന്താണോ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, എവിടെ നിന്നാണ് എന്ന് ഒന്നും ഒരു ഇൻഫർമേഷനും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഓക്കെ, ഇതാണ് ഒനിയൻ സൈറ്റ്. പിന്നെ പറയാനുള്ളത്, ഈ ഒനിയൻ സൈറ്റ് സാധാരണ രീതിയിൽ നമ്മുടെ ബ്രൗസറിൽ വർക്ക് ചെയ്യില്ല. ഇത്തരത്തിൽ ഒനിയൻ സൈറ്റിംഗ് ഉണ്ട്. ഒനിയൻ സൈറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഫേസ്ബുക്കിൻ്റെ ഒനിയൻ സൈറ്റ് ഉണ്ട്. ഈ ഫേസ്ബുക്കിൻ്റെ ഒനിയൻ സൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, ഫേസ്ബുക്ക് ഒനിയൻ സൈറ്റ് എന്ന് സെർച്ച് ചെയ്യും. ഫേസ്ബുക്കിൻ്റെ ഒനിയൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ രീതിയിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഫേസ്ബുക്കിൻ്റെ സെർവറിൽ പോകുന്നുണ്ട്, നമ്മുടെ ഇൻഫർമേഷന് കാര്യങ്ങളൊക്കെ അവിടെ പോകുന്നുണ്ട്. പക്ഷേ ഈ ഫേസ്ബുക്കിൻ്റെ ഒനിയൻ സൈറ്റ് വഴി നമ്മൾ കയറിക്കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഒനിയൻ സൈറ്റാണ്. അപ്പോൾ നമ്മുടെ IP അഡ്രസ്സ്, നമ്മുടെ ഇൻഫർമേഷന് കംപ്ലീറ്റ് ആയിട്ട് IP അഡ്രസ്സ് കാര്യങ്ങളൊക്കെ മുഴുവനായിട്ടും അവിടെ ഹൈഡ് ആവുകയാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, ഇത്തരത്തിൽ ഫേസ്ബുക്കിന് ഒനിയൻ സൈറ്റ് ഉണ്ട്. അങ്ങനെ പല പ്ലാറ്റ്ഫോമിനും ഒനിയൻ സൈറ്റുകളുണ്ട്. ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രൈവസിയോടുകൂടി ഉപയോഗിക്കാൻ കഴിയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള സൈറ്റുകൾ വരുന്നത്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഈ ഡാർക്ക് വെബിൻ്റെ ഒരു സെർച്ച് എഞ്ചിനാണ് ahmiya.fi. ahmiya.fi ഇതൊരു സെർച്ച് എഞ്ചിനാണ് നമ്മുടെ ഡാർക്ക് വെബിൻ്റെ. ക്രോമിലാണെങ്കിൽ ഗൂഗിൾ ആണെങ്കിൽ ഡാർക്ക് വെബിൽ ahmiya.fi എന്ന് പറഞ്ഞൊരു സെർച്ച് എഞ്ചിനാണ് ഉള്ളത്. ഇവിടെ കംപ്ലീറ്റ്ലി നമുക്ക് ബുക്സ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിവിടെ സെർച്ച് എഞ്ചിനിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് ഡാർക്ക് വെബ്. ഡാർക്ക് വെബ് വളരെ സിമ്പിളാണ്. നമുക്ക് മെയിനായിട്ട് തരുന്നത് പ്രൈവസി കാര്യങ്ങളാണ് ഡാർക്ക് വെബ് നമുക്ക് തരുന്നത്. നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ ഈ ഇൻ്റർനെറ്റ്, ഈ ചിലവരുടെ ഡൗട്ടാണ്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ മൊബൈൽ ഫോണിൽ, ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലാണ്ട് കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നത് വയറുമായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടൊന്നുമല്ല. അത് വയർലെസ് ആയിട്ടാണ് കിട്ടുന്നത് എന്നൊക്കെ പലരും ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നത് ISPയുടെ സഹായത്തോടു കൂടിയാണ്. ISP എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ISP. ISP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. എന്താണ് ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ എയർടെൽ, ജിയോ, നമുക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ജിയോ, എയർടെൽ, വോഡോഫോൺ, അങ്ങനെ പല ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഉണ്ട് നമുക്ക്. ഈ ISPക്ക് ആരാണ് ഇൻ്റർനെറ്റ് കൊടുക്കുക?
ISPക്കാരാണ് ഇൻ്റർനെറ്റ് കൊടുക്കുന്നത്. അത് ഐക്യാൻ എന്ന് പറഞ്ഞൊരു, സത്യത്തിൽ ഈ ഐക്യാൻ ആണ് എന്താണ് ഇൻ്റർനെറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. അതായത് ഐക്യാനാണ് സത്യത്തിൽ ഇൻ്റർനെറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഇതൊരു ഓർഗനൈസേഷനാണ്. ഓക്കെ, നമ്മൾ .in.com ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് ഐക്യാനിൽ നിന്നാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇൻ്റർനെറ്റ് കിട്ടുന്നതിൻ്റെ ഒരു പ്രോസസ്സിങ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാനൊരു 10 രൂപയ്ക്കൊരു പേന ഞാനൊരു കടയിൽ പോയി വാങ്ങി. ഈ പേന 10 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, ഈ പേന ഞാൻ സാധാരണ ഒരു ഷോപ്പിൽ പോയി ഒരു 10 രൂപയ്ക്ക് ഒരു പേന ഞാൻ വാങ്ങി. ഈ 10 രൂപയുടെ പേന എക്സാക്ട്ലി മാനുഫാക്ചറിങ് ചെയ്ത് വരുമ്പോൾ ഒരു 2 രൂപയാണ്. ഓക്കെ, മനസ്സിലായോ? വെറും 2 രൂപയ്ക്ക് കിട്ടിയ മാനുഫാക്ചറിങ് ചെയ്തിട്ട് പിന്നെ പലരുടെ കയ്യിൽ നിന്നും ഇടതല കൈമാറിയാണ് അവസാനം നമ്മൾ യൂസറിലേക്ക് എത്തുക. ഇപ്പം ബിസിനസ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്തിട്ട് ഡയറക്റ്റ് കടയിലേക്കല്ല കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്കല്ല അത് കിട്ടുക. അതിന് പകരം എന്താണ്, അവിടെ ചെറിയൊരു പ്രോസസ്സിങ് വെച്ചിട്ടുണ്ട്. അതായത് മാനുഫാക്ചറിങ് ചെയ്തതിന് ശേഷം, ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്തതിന് ശേഷം അത് നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ പിന്നെന്താ ഹോൾസെയിലർ അങ്ങനെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും ഇടതല മറിഞ്ഞിട്ടാണ് അവസാനം ഷോപ്പിലേക്ക് എത്തുക. ഷോപ്പിൽ നിന്നാണ് നമുക്ക് അവസാനം എൻഡ് യൂസറിലേക്ക് എത്തുക. അപ്പോൾ ഈ സെയിം പ്രോസസ്സിങ് പോലെ നമ്മുടെ എന്താണ് ഈ ഓർഗനൈസേഷൻ എന്തായാലും ഇൻ്റർനെറ്റിൻ്റെ മൊത്തം അടിസ്ഥാനം നമുക്ക് ഐക്യാനിൽ നിന്നാണ് കിട്ടുക. ഇതൊരു ഓർഗനൈസേഷനാണ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ? ഓക്കെ, നോക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നിങ്ങൾ ആരും ബോറടിക്കരുത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചു വരുന്നത്. കുറച്ച് ബോറിംഗ് ആയിരിക്കും, എന്നാലും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു അടിസ്ഥാനമുണ്ടെങ്കിലേ പിന്നെ ബിൽഡിങ് കെട്ടിയിട്ട് കാര്യമുള്ളൂ. ഒരു അടിത്തറ ഇല്ലാതെ നമ്മൾ ബിൽഡിങ് കെട്ടിപ്പൊക്കിയിട്ട് കാര്യമില്ല. അതെപ്പോൾ വേണമെങ്കിലും പൊട്ടി താഴെ വീഴാം. ഓക്കെ, ജസ്റ്റ് സ്ക്രിപ്റ്റ് കിഡിങ് പോലെ നമുക്ക് ഏതെങ്കിലും ഒരു ടൂൾ പഠിച്ചിട്ടോ അത് വെച്ചിട്ട് നമ്മൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്തിട്ട് വലിയ നമ്മൾ എക്സ്പേർട്ട് ആവാനൊന്നും പോകുന്നില്ല. അത് സ്ക്രിപ്റ്റ് കിഡിങ് എന്ന് പറയും അവരെ. ഓക്കെ, നമുക്ക് സ്ക്രിപ്റ്റ് കിഡിങ് അല്ല, നമ്മളൊരു പ്രൊഫഷണൽ രീതിയിൽ ആൾക്കാർക്ക് ഉപകാരമുള്ള രീതിയിലൊരു ഹാക്കർ ആവുക, എത്തിക്കൽ ഹാക്കർ ആവുക എന്ന ഉദ്ദേശമാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ പറഞ്ഞു ഐക്യാനിൽ നിന്നാണ്. സോറി, ഞാനിന്ന് ജസ്റ്റ് ഒന്ന് ഐക്യാൻ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ നിന്നാണ് നമുക്ക് എന്താ പറയുക, ഇതേപോലെ ഐക്യാനിൽ നിന്നാണ് നമുക്ക് എന്താണ് ഇൻ്റർനെറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾ. ഓക്കെ, ഐക്യാനിൽ നിന്നും ഡയറക്റ്റ് നമുക്ക് ISPയിലോട്ടല്ല പോവാം. അതിന് പകരം എന്താണ്, അയാന എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ക്രിയേറ്റ് ചെയ്തു, ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തു. സോറി, ഐആന എന്ന് പറഞ്ഞ് അയാന എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ്, അതിനുശേഷം ആറിലേക്കാണ് പോകുന്നത്, RIRിലേക്കാണ് പോകുന്നത്. RIR എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവരിൽ നിന്നാണ് നമുക്ക് എന്താണ്, ആദ്യം അയാനയിൽ നിന്നും അയാന ഡയറക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം എന്താണ് ഐക്യാൻ ഡയറക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം അയാനയിലേക്ക് കൊടുത്തു. അയാന എന്താണ്, RIR നമ്മുടെ ഇന്ത്യയുടെ RIR ആരാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ RIR മാപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യയുടെ കേസ്, ഇന്ത്യയുടെ RIR ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക ആപ്നിക് ആണ് ഇന്ത്യയുടെ എന്താ പറയുക, ഇന്ത്യയുടെ RIR. ഓക്കെ, അപ്പോൾ ആപ്നിക്കിലേക്കാണ് നെക്സ്റ്റ് നമുക്ക് പോവുക.
അയാനയിൽ നിന്നും RIR നമ്മുടെ ഇന്ത്യയുടെ RIR ആരാണ്? ആപ്നിക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇന്ത്യയുടെ മാപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ആപ്നിക്. ഓക്കെ, ആപ്നിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഓക്കെ, നമുക്ക് ഇതാണ് ആപ്നിക്കിൻ്റെ സൈറ്റ്. നമുക്ക് IP അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഗെറ്റ് IP അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കുറച്ച് ഫോർമാലിറ്റീസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടുന്ന് പൈസ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ നമുക്ക് IP അഡ്രസ്സൊക്കെ വാങ്ങാനുള്ള ഒരു ഓപ്ഷന് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ RIR ആണ്, ആപ്നിക്കാണ്. ഓക്കെ, നമുക്ക് ഓക്കെ ആപ്നിക്. ഓക്കെ, ഈ ആപ്നിക്കിന് ശേഷം എങ്ങോട്ടാണ് പോവുക? ആപ്നിക്കിന് ശേഷം ആദ്യം അയാനയിൽ നിന്നും ഐക്യാൻ ഡയറക്റ്റ് കൊടുക്കുന്നതിന് പകരം അയാനയിലേക്ക് കൊടുത്തു. അയാന പിന്നെ ആപ്നിക്കിലേക്ക് കൊടുത്തു. ആപ്നിക്കിൽ നിന്നും നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് NIR. നമ്മുടെ ഇന്ത്യയുടെ NIR ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, നമുക്ക് കിട്ടുന്നതാണ് NIR. നമ്മുടെ ഇന്ത്യയുടെ NIR ആരാണെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക IRINN. ഓക്കെ, ഇന്ത്യൻ രജിസ്ട്രി ഫോർ ഇൻ്റർനെറ്റ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഓക്കെ, ഇവരിലേക്കാണ് പിന്നെ പോവുക. ഓക്കെ, നമുക്കിവിടെ ഇവരുടെ സൈറ്റിൽ പോയി കാണാം, അപ്ലൈ ഫോർ ന്യൂ IP അഡ്രസ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IP അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, ഇന്ത്യയുടെ NIR ആരാണ്? IRINN, അതായത് ഇന്ത്യൻ രജിസ്ട്രി ഫോർ ഇൻ്റർനെറ്റ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ആപ്നിക്കിൽ നിന്നും നമ്മൾ നോക്കി IRINN. അതിനുശേഷം ആരിലേക്കാണ് പോവുക? അതിനുശേഷം പോവുക നമ്മുടെ ISPയിലേക്കാണ്. ഓക്കെ, ISP. നെക്സ്റ്റ് പോകുന്ന എൻഡ് യൂസർ. എൻഡ് യൂസർ ഈ ഒരു പ്രോസസ്സിങ്ങിലും കൂടെയാണ് നമുക്ക് എന്താണ് ഇൻ്റർനെറ്റ് കിട്ടുക. ഐക്യാൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഓർഗനൈസേഷൻ ഡയറക്റ്റ് എൻഡ് യൂസറിലേക്കോ ISPയിലേക്കോ എത്തുന്നതിന് പകരം എന്താണ് അയാനയിൽ ഏൽപ്പിച്ചു. അയാനയിൽ നിന്നും ആപ്നിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ RIR ആണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഇന്ത്യയുടെ എന്താ പറയുക NIR ആരാണ്? IRINN. ഓക്കെ, അതായത് ഇന്ത്യൻ രജിസ്ട്രി ഫോർ ഇൻ്റർനെറ്റ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഓക്കെ, അതിനുശേഷമാണ് ISPയിലേക്ക് എത്തുക. പിന്നെ നമുക്ക് എൻഡ് യൂസർ നമ്മളിലേക്ക് എത്താം. ഓക്കെ, ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ് നമുക്ക് ഇൻ്റർനെറ്റ് സത്യത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമ്മുടെ ഏഷ്യാനെറ്റിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഈ ഏഷ്യാനെറ്റിൽ സ്വന്തമായിട്ട് ISP ഇല്ല. അപ്പോൾ ഈ ഏഷ്യാനെറ്റ് എന്താണ് ചെയ്തത്? ISP ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് പകരം എന്താണ് ചെയ്തത്? ഈ ഏഷ്യാനെറ്റ് ഡയറക്റ്റ് IRINNലോട്ട് എന്താണ് ഏഷ്യാനെറ്റിൻ്റെ കേസ് വരുമ്പം എന്താ പറയുക IRINNലാണ് കോണ്ടാക്ട് ചെയ്തത്. കേസ് വരുവാണെങ്കിൽ IRINN വഴിയാണ് അവർ കണക്ഷൻ എടുത്തേക്കുന്നത്. പലരും എന്താ പറയുക പല രീതിയിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ISP ഒരു ഡിഫോൾട്ടായിട്ട് ഒരുപാട് ISP ആയിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഏതാണോ ആ ടൈമിൽ സ്പീഡ് കിട്ടുന്ന, ഏതാണോ നല്ല നെറ്റ്വർക്ക് കിട്ടുന്നത് അതുമായിട്ട് അങ്ങ് കണക്ട് ചെയ്യും. അങ്ങനെയൊന്നുമല്ല, നമ്മൾ IRINNലാണ് ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് കണക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്കും പോയി അപ്ലൈ ചെയ്യാം പൈസ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇന്ത്യൻ രജിസ്ട്രി ഫോർ ഇൻ്റർനെറ്റ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഓക്കെ, ഇവിടെ പോയിട്ട് അപ്ലൈ ഫോർ ന്യൂ IP അഡ്രസ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള നമുക്ക് IP അഡ്രസ്സ് സെലക്ട് ചെയ്ത് നമുക്ക് ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ വിൻസർഫ്, ഫാദർ ഓഫ്
ഇൻ്റർനെറ്റ്. നമ്മൾ ഫാദർ ഓഫ് പിന്നെ കമ്പ്യൂട്ടറിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് ആരാണെന്ന് നോക്കാം. വിൻ സെർഫാണ് ഫാദർ ഓഫ് ഇൻ്റർനെറ്റ്. ഇദ്ദേഹമാണ് ഇൻ്റർനെറ്റിൻ്റെ ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിനാണ്. ഓക്കെ, ഈ പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ച ഒരു വെർഷനായിരുന്നു, ഇൻ്റർനെറ്റിൻ്റെ ഒരു വെർഷനായിരുന്നു ആർപാനെറ്റ്. ഓക്കെ, പിന്നീട് എന്താണ് ആർപാനെറ്റ് ആയിരുന്നു. പിന്നീട് വിൻസെർഫ് ഒരു TCP/IP പ്രോട്ടോക്കോൾ കണ്ടുപിടിച്ചു. ഓക്കെ, അത് ഈ ആർപാനെറ്റും TCP/IP പ്രോട്ടോക്കോളും കൂടെ ചേരുന്നതാണ് നമ്മുടെ അഡ്വാൻസ് ലെവലിലുള്ള നമുക്ക് ഇത്തരത്തിൽ ഇൻ്റർനെറ്റ് ലഭിക്കുന്നത്. ഓക്കെ, പണ്ട് കാലത്ത് ആർപാനെറ്റ് ആയിരുന്നു. പിന്നെ ഈ വിൻസെർഫ് ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് എന്ന് പറയാൻ കാരണം TCP/IP പ്രോട്ടോക്കോൾ കണ്ടുപിടിച്ചു. അത് രണ്ടും കൂടെ, ഈ ആർപാനെറ്റും TCP/IP പ്രോട്ടോക്കോളും കൂടെ ചേരുന്നതാണ് ഇൻ്റർനെറ്റ്. ഓക്കെ, പിന്നെ വേറൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അതായത് IETF. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ IETF. IETF എന്ന് പറഞ്ഞാൽ എന്താണ്? IETF എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനാണ്, നമ്മുടെ ഈ പ്രോട്ടോക്കോളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്, പ്രോട്ടോക്കോളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അത് ഇൻ്റർനെറ്റ് എൻജിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, പിന്നുള്ളൊരു ഓർഗനൈസേഷനാണ് എന്താ പറയുക, പിന്നീട് വിൻസെർഫ് ക്രിയേറ്റ് ചെയ്തൊരു ഓർഗനൈസേഷനാണ് IEEE. ഓക്കെ, IEEE. ഇതിനെപ്പറ്റി ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ഈ BTech ഒക്കെ പഠിച്ച് ടെക്നിക്കലുമായി ബന്ധമുള്ള എല്ലാവരും കേട്ടൊരു കാര്യമാണ് ഈ IEEE. IEEE എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ പറയുക, IEEE എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ഓർഗനൈസേഷനാണ്. ഇൻ്റർനെറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ISOC എന്ന് പറഞ്ഞൊരു സംഭവം എന്താണ്, ഈ ഈ വിൻസെർഫ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇൻ്റർനെറ്റ് സൊസൈറ്റി, അതായത് ISOC എന്ന് പറയും. അപ്പോൾ അതിലുൾപ്പെടുന്നതാണ്. അതായത് ഈ വിൻസെർഫ് പിന്നീട് കണ്ടുപിടിച്ച ഒരു ഓർഗനൈസേഷനാണ്, ക്രിയേറ്റ് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് IEEE. ഈ IEEEയും IETFും ആർപാനെറ്റും ഇതെല്ലാം കൂടെ മൊത്തത്തിൽ എല്ലാവരും ഒരേപോലെ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ അഡ്വാൻസ് ലെവലിലുള്ള ഒരു ഇൻ്റർനെറ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇത്തരത്തിൽ അഡ്വാൻസ് ലെവലായ കാരണം ഇവരൊക്കെ തന്നെയാണ്. ഓക്കെ, ഇവരെല്ലാവരും ഒരേപോലെ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് അഡ്വാൻസ് ലെവലുള്ള എന്താ പറയുക, നമുക്ക് ഇൻ്റർനെറ്റ് ലഭിക്കുന്നത്. ഇത് നോൺ പ്രോഫിറ്റബിൾ ആണ്, അതായത് പ്രോഫിറ്റ് ഒന്നും പ്രതീക്ഷിച്ചല്ല ഇത്തരത്തിലുള്ള ആൾക്കാർ എന്താണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിൽ ഈ വിൻസെർഫ് എന്ന് പറഞ്ഞ ആള് വിൻസെർഫ് എന്ന് പറഞ്ഞ ആള് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഓക്കെ, ഇദ്ദേഹമാണ്. ഓക്കെ, ഞാൻ ഈ ബേസിക് നമ്മൾ ഈ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഇതൊന്നും സൈബർ സെക്യൂരിറ്റിയെ സംബന്ധിച്ച് ഇതൊക്കെ പഠിച്ചാലേ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നൊന്നുമല്ല. ഈ ഹിസ്റ്ററിയൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഹിസ്റ്ററിയൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ സംസാരിച്ചു. വിൻസെർഫ് ഫാദർ ഓഫ് ഇൻ്റർനെറ്റ്. ഓക്കെ, പിന്നീട് നമ്മൾ നോക്കാം. ഈ സബ്മറൈൻ കേബിളിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. ഈ സബ്മറൈൻ കേബിൾ 2008 ആണെന്ന് തോന്നുന്നു. 2008 ഈജിപ്തിൽ അലക്സാൻഡ്രിയയിൽ വെച്ചൊരു 3 പേരെ പിടിച്ചിരുന്നു. അവരെന്താണ് എന്തോ കുഴിച്ചുകൊണ്ടിരിക്കാൻ നേരം എന്താ പറയുക, ഇതുപോലെ ഈ സബ്മറൈൻ കേബിൾ കട്ടായിപ്പോയി. സബ്മറൈൻ കേബിളിന് എൻ പോയിന്റുകളുണ്ട്. എൻ പോയിന്റ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് ഒരു 5, ഇന്ത്യയെ സംബന്ധിച്ച് ഒരു 5 എൻ പോയിന്റ് ആണ് സബ്മറൈൻ കേബിളിനുള്ളത്. അപ്പോൾ ഉദാഹരണം പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കിവിടെ എല്ലാം കറണ്ട് കിട്ടുന്നുണ്ട്. നമുക്ക് വീട്ടിലൊക്കെ ഫാന്, ലൈറ്റ് എല്ലാം കറണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ലൈൻ കമ്പി വഴിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനൊക്കെ ഓരോ ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മുക്കിലും മൂലയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ നമുക്ക് സബ്മറൈൻ കേബിളിന് ഒരു എൻ പോയിന്റ്സ് ഉണ്ട്. അത് 5 എൻ പോയിന്റ്സ് ആണ് ഉള്ളത്.
നമുക്ക് നോക്കാം. സബ്മറൈൻ കേബിളിന് ഒരു 5 എൻ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 5 സിറ്റി. ഓക്കെ, മുംബൈ, ചെന്നൈ, കൊച്ചിൻ, തൂത്തുക്കുടി ആൻഡ് തിരുവനന്തപുരം. ഓക്കെ, ഇത്രയും സ്ഥലങ്ങളിൽ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് എൻ പോയിന്റ്സുകളുണ്ട്. ഓക്കെ, ഇതുപോലൊരു എൻ പോയിന്റ്സ് ഈജിപ്തിൽ ഉണ്ടായിരുന്നു, അലക്സാൻഡ്രയിൽ വെച്ച് 2008. അപ്പോൾ അങ്ങനെ ഈ 3 പേരും കുഴിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ആ കേബിൾ കട്ടായിപ്പോയി. അതിനുശേഷം വന്ന ഡാമേജ് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. അത് ഇൻ്റർനെറ്റ് ആ രാജ്യത്ത് ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി. ഇൻ്റർനെറ്റ്